കായംകുളത്ത് ദേശീയപാതയ്ക്കായി നിർമ്മിച്ച ഓടകളിൽ വീണ് ഇന്നലെ ഉണ്ടായ അപകടങ്ങളിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇന്നലെ രാത്രി KPSC ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ ആരോമൽ എന്ന യുവാവ് മരിച്ചിരുന്നു. തൊട്ടുപിന്നാലെ KSRTC ജംഗ്ഷനിലും സമാനം അപകടമുണ്ടായി. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാതെയുള്ള നിർമ്മാണം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ അപകടങ്ങൾക്ക് പിന്നാലെ നേരത്തെ തന്നെ അവിടെയുള്ള ആളുകൾ ഉയർത്തുന്ന വിഷയമാണ്. ഈ അപകടങ്ങൾക്ക് പിന്നാലെ ആവശ്യം കൂടുതൽ ശക്തമാകുന്നു, അതിനൊരു പ്രതിഷേധത്തിന്റെ സ്വഭാവം കൈവരിക്കുന്നു. എന്താണ് നാട്ടുകാർ പറയുന്നത്? വിവരങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? സ്മിത, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി ആദ്യ അപകടം നടന്ന KPSC ജംഗ്ഷന് സമീപമാണ്, അതായത് കായംകുളത്ത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സർവീസ് റോഡാണ്. ദേശീയപാത ഇതിനു മുകളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡ് വഴിയാണ് ഇന്നലെ ഈ അപകടത്തിൽ മരണപ്പെട്ട ആരോമൽ എന്ന 23 വയസ്സുകാരൻ ഇരുചക്ര വാഹനവുമായി വരുന്നത്. സ്വാഭാവികമായി ഇരുചക്ര വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. രാവിലെ ആരോമൽ ഇതുവഴി തന്നെ ആയിരിക്കാം ആ ടൗണിലേക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെ സ്വാഭാവികമായി രാത്രി തന്റെ ജോലികൾ കഴിഞ്ഞ് ഈ റോഡിലൂടെ തിരിച്ചു വരുന്നു. അവിടെ നിന്ന് പ്രധാന റോഡിലേക്ക്, ഈ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ ഈ പെട്ടെന്ന് ഇവിടെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കുഴിയാണുള്ളത്. ഇവിടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്നാണ് ഈ ഏകദേശം ഒരാളല്ലാതെ ഏകദേശം ഒരു 7 അടിയോളം താഴ്ചയുള്ള ഒരു കുഴിയുള്ളത്. ഇത് അണ്ടർഗ്രൗണ്ട് ഡക്റ്റാണ്. ഈ റോഡിന്റെ മറുവശത്തേക്ക് കേബിളുകളും മറ്റുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഈ റോഡ് നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഡക്റ്റിന് വേണ്ടി പണിയുന്ന ഒരു സ്ഥലമാണ്. ഒരു ഓടയ്ക്ക് സമാനമായ സ്ഥലമാണ്. ഇതിലേക്കാണ് ആരോമൽ സ്കൂട്ടറുമായി വീഴുന്നത്. ആരോമലിന്റെ സ്കൂട്ടറാണ്, എന്നാൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടറാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത ശക്തമായ മഴയിൽ ഈ കുഴി നിറയെ വെള്ളവുമാണ്. എന്തായാലും ഈ അപകടം നടന്ന ഈ ആരോമലിന്റെ തല ഈ കാണുന്ന കോൺക്രീറ്റിന്റെ നിർമ്മിതിയിൽ ഇടിച്ചിട്ടുണ്ട്. ഒപ്പം ശരീരവും ഇടിച്ചിട്ടുണ്ട്. ഒപ്പം അതിനുശേഷമാണ് വെള്ളത്തിലേക്ക് വീഴുന്നത്. നാട്ടുകാർ ശബ്ദം കേട്ട് ഓടിയെത്തിയാണ് ആരോമലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ നിന്ന് ഗുരുതര പരിക്കായതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പോകും വഴിയാണ് മരണപ്പെട്ടത്. അത്രത്തോളം ഗുരുതരമായ പരിക്കാണ് ആരോമൽ ഇന്നലെ ഏറ്റിട്ടുണ്ടായിരുന്നത്. നാട്ടുകാർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമായിരുന്നിട്ടും ഒരു സ്ഥലമായിരുന്നിട്ടും യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇതിലേക്ക് വാഹനങ്ങൾ കടക്കാതിരിക്കാനുള്ള യാതൊരുവിധ നടപടിക്രമങ്ങളും ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ഇതിലേക്ക് വാഹനങ്ങൾ കടക്കാതിരിക്കാൻ ഈ റിബൺ കെട്ടി മറച്ചിട്ടുണ്ട്. ഒപ്പം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ അപകടത്തിന് ശേഷം ഉണ്ടായതാണ്. ഡേഞ്ചർ എന്നുള്ള ഈ റിബണൊക്കെ ഈ അപകടത്തിന് ശേഷം ഇന്നലെ രാത്രി ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിക്കാർ കൊണ്ടുവച്ചത് ആണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു മുന്നറിയിപ്പ് വെക്കാൻ ഒരു അപകടവും ഒരു മരണവും വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കായംകുളത്തിന് സമീപം ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി സമാനമായ രീതിയിൽ അണ്ടർഗ്രൗണ്ട് ഡെക്കിന് വേണ്ടി നിർമ്മിച്ച കുഴിയിൽ വീണ മറ്റൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. KSRTC ജംഗ്ഷനിലാണ് കായംകുളത്ത്. ആ അപകടത്തിൽ പരിക്കേറ്റ കായംകുളം സ്വദേശി നിബിൻ ഷാ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഇതുപോലെ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ അപകട സാധ്യതയുള്ള നിരവധി കുഴികൾ നിശ്ചിത കിലോമീറ്റർ പരിധിയിൽ ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളില്ല. എന്തായാലും ഒരു മരണം ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ അധികൃതരുടെ വീഴ്ചയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാതെ അപകടകരമായ സ്ഥലങ്ങളിൽ ഒരു മുന്നറിയിപ്പും വെക്കാതെ ഉണ്ടായ സ്ഥലങ്ങളിൽ ഒരു മരണം ഉണ്ടായി. ഒരു 23 വയസ്സുകാരന്റെ ജീവൻ പൊലിഞ്ഞു. മറ്റൊരു യുവാവ് 27 വയസ്സുള്ള യുവാവ് അതീവ ഗുരുതരാവസ്ഥയിൽ വണ്ടാനത്ത് ചികിത്സയിൽ തുടരുകയുമാണ്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാതെ നിർമ്മാണം നടത്തരുത് എന്നുള്ള കർശന നിലപാട് സ്വീകരിക്കുകയാണ് നാട്ടുകാർ. അത് ഏതെങ്കിലും തരത്തിൽ ഇനി മുന്നറിയിപ്പിലേക്കൊക്കെ പോകുമോ, മറ്റ് അപകടം ഒഴിവാക്കാനുള്ള നടപടികളിലൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണണം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.